എന്റെ മകൻ ഒരു ആപത്ത് വന്നപ്പോ അവന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈശ്വരൻ കണ്ടെത്തി തന്ന ഹാർട്ടാ അവന്റെ ഉള്ളിൽ ഇപ്പൊ ഇരിക്കുന്നത്. അതിപ്പോ അവന് വേണ്ടിയിട്ട് മാത്രമാണ് തുടിക്കുന്നത്. അതിനി ഒരു അവകാശം വരാനൊന്നും ഈ മഹേന്ദ്രൻ സമ്മതിക്കില്ല. പക്ഷെ അത് ആരുടെ ഹൃദയമാണെന്ന് അറിയാനുള്ള അവകാശം മഹേന്ദ്രനുണ്ട്, പറയാനുള്ള അവകാശം എനിക്കും ഇല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവനെ ഒരു തരത്തിലുള്ള മരണത്തിനും വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. എത്ര കോടികൾ വേണമെങ്കിലും ഞാൻ മുടക്കാം. എനിക്ക് എന്റെ മകനെ മാത്രം കിട്ടിയാൽ മതി. കൂൾ ഡൗൺ മഹേന്ദ്രൻ ഇരിക്കൂ. ഡോക്ടറെ, ഞാൻ മഹേന്ദ്രൻ ഇരിക്കൂ. ഡോക്ടറെ, എനിക്ക് എന്റെ മോനെ. അതിനുള്ള പോംവഴിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരല്പം രാഷ്ട്രീയ ചൈവുള്ളത് നല്ലതാ. ഭരിക്കുന്ന പാർട്ടിയിൽ സഹായിക്കാൻ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം അവർ ഭംഗിയാക്കി തരും. ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഗൗരീശൻ എന്റെ സുഹൃത്താ. എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. എന്നാ പിന്നെ കാര്യങ്ങൾ നീക്കിക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനും നോക്കിക്കോളാം. ഹാർട്ട് എപ്പോ കിട്ടുന്നുവോ അപ്പൊ തന്നെ ഓപ്പറേഷൻ നടത്താനുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ നീക്കുക. എന്നാ പിന്നെ സമയം കളയുന്നില്ല ഡോക്ടറെ. ഞാനിപ്പോ തന്നെ ഗൗരീശനുമായിട്ട് ബന്ധപ്പെടാം. ശരി ഡോക്ടറെ. ഡോക്ടറെ, എനിക്കുള്ളതെല്ലാം എന്റെ മകന് വേണ്ടിയിട്ട് മുടക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഡോക്ടർ, എനിക്കൊരു ഉറപ്പ് തരണം. അവനെ എനിക്ക് ജീവനോടെ തിരിച്ചു തരുമെന്ന്. ആ ഉറപ്പ് ഞങ്ങൾക്ക് തരുന്നത് സർവേശ്വരനാണ്. അതിന് ഞങ്ങളെ പ്രാപ്തരാക്കുന്നതും അദ്ദേഹം തന്നെയാണ്. പ്രാർത്ഥിക്കുക എല്ലാം നല്ല രീതിയിൽ വരാൻ. ശിവന്റെ ഓപ്പറേഷനുമായി സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ഇപ്പൊ വിളിപ്പിച്ചത്. പറയൂ ഡോക്ടറെ, എന്താ? മിസ്റ്റർ മഹേന്ദ്രൻ, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥന ഫലിച്ചു എന്ന് വേണം പറയാൻ. നിങ്ങളുടെ മന്ത്രി നിങ്ങൾക്ക് വേണ്ടി അറിഞ്ഞ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മകന്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനുള്ള ഹാർട്ട് റെഡി ആയിട്ടുണ്ട്. ബ്രെയിൻ ഡെത്തായി ഒരു ചെറുപ്പക്കാരന്റെ ഹാർട്ട് ഡൊണേറ്റ് ചെയ്യാമെന്ന് അവരുടെ ബന്ധുക്കൾ സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഓ ഈശ്വര, ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ തീർച്ചയായും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും പ്രാർത്ഥന ഈശ്വരൻ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. ഡോക്ടറെ, അപ്പോ എന്റെ മകന് അവന് ഉടനെ ഓപ്പറേഷൻ നടക്കും അല്ലേ? തീർച്ചയായും. മന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ മറികടന്ന് ശിവന് വേണ്ടി കാര്യങ്ങൾ നീക്കിയതും എത്രയും പെട്ടെന്ന് സർജറി നടത്താൻ വേണ്ടി തന്നെയാ. ഹാർട്ട് ഉടനെ എത്തും. എത്തിയാലുടൻ സർജറി നടക്കും. ഡോക്ടറെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോളൂ. സർജറിയെ സംബന്ധിക്കുന്ന എന്ത് സംശയങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. എന്റെ മകന്റെ ജീവൻ ഡോക്ടറുടെ കൈകളിലാ. അത് ഡോക്ടറുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറയാൻ വന്നത് പക്ഷെ അതൊന്നുമല്ല. പറഞ്ഞോളൂ. മഹേന്ദ്രൻ എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. എന്റെ മകന്റെ ഹൃദയം മറ്റൊരാളുടേതാണെന്നുള്ള സത്യം ഞാനും ഡോക്ടറും അല്ലാതെ വേറെ ഒരാളും അറിയാൻ പാടില്ല. അതായത് അവന്റെ ഹൃദയം അവന്റേതല്ലെന്ന് അവൻ പോലും അറിയരുത്. ഇത് എന്റെ ഒരു അപേക്ഷയാ. മിസ്റ്റർ മഹേന്ദ്രൻ, അത് ഞങ്ങളുടെ എത്തിക്സിന് നിരക്കാത്ത കാര്യമാ. പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ ഞങ്ങൾക്കിത് ചെയ്യാനാവില്ല. ഡോക്ടറെ, എന്റെ മകന്റെ സ്വഭാവം ഡോക്ടർക്ക് അറിയാഞ്ഞിട്ടാ. മറ്റൊരാളുടെ ഹൃദയവും കൊണ്ടാണ് അവൻ ജീവിക്കുന്നതെന്നറിഞ്ഞ അവൻ ആ ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കാനും തയ്യാറാവും. അത് ഞങ്ങളെ ഇതിലും വലിയ ദുഃഖത്തിൽ കൊണ്ട് ചെന്ന് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് അവൻ ഇതൊന്നും അറിയരുത്. അവന്റെ ഹൃദയവാൽവിന് ചെറിയൊരു ബ്ലോക്ക്, അത് ഡോക്ടർ ഓപ്പറേഷനിലൂടെ സുഖപ്പെടുത്തി. അത്രേ അവൻ അറിയാൻ പാടുള്ളൂ. പക്ഷേ മിസ്റ്റർ മഹേന്ദ്രൻ, അതെനിക്ക് ഡോക്ടറുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. കാരണം എന്റെ മകൻ ഇതിനു ശേഷവും എന്നും സന്തോഷവാനായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാ ഞാൻ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറുവാ. ഈ അപേക്ഷ ഡോക്ടർ ഒരു രീതിയിൽ ഒഴിവാക്കരുത് പ്ലീസ്. ഓക്കെ മഹേന്ദ്ര, ഞാനൊന്ന് ആലോചിക്കട്ടെ. മറുപടി എനിക്ക് അനുകൂലമാവണം. ഞാൻ ഡോക്ടറെ വിശ്വസിക്കുക. ഞാൻ എന്റെ മകന്റെ ഭാവി നോക്കി അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല എന്നുള്ള രീതിയിൽ അവൻ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു.
ഒരാളും ഈ ഹാർട്ടിന്റെ പേരിൽ അവനെ തേടി വരരുതെന്നും ഇതിന്റെ പേരിൽ മറ്റൊരു ബാധ്യതയും അവനിൽ ഉണ്ടാവരുതെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ സർജറിയുടെ കാര്യം രഹസ്യമാക്കി വെക്കണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. ഇനിയിപ്പോ ഇത് രഹസ്യമാക്കി വെക്കാൻ പറ്റില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഫയൽ എടുത്ത സ്റ്റാഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെങ്കിലും ആർക്ക് വേണ്ടിയാണ് ഇത് എടുത്തതെന്ന് അറിയില്ല. എത്ര ചോദിച്ചിട്ടും പറയുന്നുമില്ല. ഹാർട്ട് തന്ന ആളെക്കുറിച്ച് അറിയാനാണോ ഹാർട്ട് സ്വീകരിച്ച ആളെക്കുറിച്ച് അറിയാനാണോ ഈ ഫയൽ എടുത്തതെന്ന് ആ സ്റ്റാഫ് വ്യക്തമാക്കുന്നുമില്ല. സോ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ഫയലിലെ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മഹേന്ദ്രൻ ഒരു കോള് വരും. അങ്ങനെ ഒരു കോള് വരുമ്പോൾ ഞാനും മഹേന്ദ്രനും തമ്മിൽ രഹസ്യമാക്കി വെച്ച വിവരം എങ്ങനെ പുറത്തെറിഞ്ഞു എന്നോർത്ത് എന്നെ സംശയിക്കരുത്. അതിനുവേണ്ടിയാ ഞാൻ ഈ വിവരം നേരിട്ടെന്ന് പറഞ്ഞത്. അതെന്തായാലും നന്നായി ഡോക്ടറെ. ഈ കാര്യവും ചോദിച്ചുകൊണ്ട് എന്നെ ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. പിന്നെ അവൻ ഈ CID പണിയും കൊണ്ട് മേലാ വരില്ല. എന്റെ മകൻ ഒരു ആപത്ത് വന്നപ്പോ അവന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈശ്വരൻ കണ്ടെത്തി തന്ന ഹാർട്ടാ അവന്റെ ഉള്ളിൽ ഇപ്പൊ ഇരിക്കുന്നത്. അതിപ്പോ അവന് വേണ്ടിയിട്ട് മാത്രമാണ് തുടിക്കുന്നത്. അതിനി ഒരു അവകാശം വരാനൊന്നും ഈ മഹേന്ദ്രൻ സമ്മതിക്കില്ല. പക്ഷെ അത് ആരുടെ ഹൃദയമാണെന്ന് അറിയാനുള്ള അവകാശം മഹേന്ദ്രനുണ്ട്. പറയാനുള്ള അവകാശം എനിക്കും ഇല്ല. അതറിയാനുള്ള അവകാശം എനിക്കില്ല. എനിക്കറിയണ്ട. അത് ആരുടെ ഹാർട്ടാണെന്ന് ഞാൻ അന്നും ചോദിച്ചിട്ടില്ല, ഇന്നും ചോദിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുകയില്ല. എന്റെ മകന് ഹാർട്ട് കൊടുത്ത ആ പുണ്യാത്മാവ് അത് ആരാണെങ്കിലും മോക്ഷപ്രാപ്തിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എന്റെ പ്രാർത്ഥനയിൽ എന്നും അതുണ്ടാവും. ഓക്കെ, മഹേന്ദ്രന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും അറിയണമെന്ന് തോന്നുകയാണെങ്കിൽ മഹേന്ദ്രൻ എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം, വന്ന് കാണുകയും ചെയ്യാം. ഇല്ല ഡോക്ടറെ, അങ്ങനെ ഒരു ശ്രമം എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല ഒരിക്കലും. അഞ്ചു പേർക്ക് അവയവദാനം നൽകി പുതുജീവൻ നൽകിക്കൊണ്ടാ വിഷ്ണു പോയത്. എന്താ സർ? അല്ല, ഇന്ന് കളക്ടറുടെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? ഉച്ചവരെ ഒന്നും ചാർട്ട് ചെയ്തിട്ടില്ല സർ. ഓ, 3 മണിക്ക് കുടുംബശ്രീക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അല്ല എന്താ സർ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ. എന്നാ ശരി, ഓക്കെ. മാഡം, ഇതെല്ലാം എമർജൻസി ഫയലുകളാ.